നമസ്കാരം. ബ്രിട്ടീഷ് പത്രം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കനേഷ് സത്യപ്പൊഴിയിൽ. പ്രധാന വാർത്തകൾ. ഏപ്രിൽ 6 UK മലയാളികൾക്ക് ഒരു കറുത്ത ദിനം. പുതിയ മൈഗ്രേഷൻ നിയമവും നിബന്ധനകളും ഏപ്രിൽ 6 മുതൽ പ്രാബല്യത്തിൽ വന്നു. അജഗണത്തിന്റെ മിഴിനീരിൽ കുതിർന്ന അശ്രുപൂജകൾ ഏറ്റുവാങ്ങി അജപാലകൻ വിടവാങ്ങി. UKKCA കൺവെൻഷൻ ജൂലൈ 23-ന്. മോട്ടോർവേകളിലൂടെ വാഹനമോടിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ഇനി മുതൽ 86 മൈൽ സ്പീഡ് വരെ ബ്രിട്ടനിലെ റോഡുകളിലൂടെ നിങ്ങൾക്ക് വാഹനമോടിക്കാം. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. UK തെരുവുകളിൽ ആനന്ദ നൃത്തം ചവിട്ടി ഇന്ത്യക്കാർ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം. വാർത്തകൾ വിശദമായി. പുതിയ വിസ ചാർജ് വർധനയും മൈഗ്രേഷൻ നിയമങ്ങളിലെ പുതിയ നിബന്ധനകളും ഏപ്രിൽ 6 മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളും വിദ്യാർത്ഥികളും വൻ പ്രതിസന്ധിയിലായി മാറുന്നു. പ്രധാനമായി നിലവിൽ വന്ന മാറ്റങ്ങൾ: ഗ്രാജുവേറ്റ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ഒരു ജോലിക്ക് വേണ്ടി മാത്രമായിരിക്കണം അപേക്ഷിക്കേണ്ടത്. 40,000 പൗണ്ടിൽ കൂടുതൽ സാലറി ലഭിക്കുന്നവർക്ക് മാത്രമേ ഒരു വർഷത്തിൽ കൂടുതൽ UK-യിൽ നിൽക്കുവാൻ അനുമതി ലഭിക്കുകയുള്ളൂ. 12,000 മുതൽ 40,000 പൗണ്ട് വരെ സാലറി ഉള്ളവർക്ക് 12 മാസത്തെ പ്രവേശന താമസ അനുമതികൾ മാത്രമേ ലഭിക്കൂ. കാലാവധി കഴിയുമ്പോൾ അവർ UK വിടേണ്ടതാണ്. അടുത്ത 12 മാസത്തേക്ക് പുതിയ വിസയ്ക്കായി റീഅപ്ലൈ ചെയ്യുവാൻ ഇവരെ അനുവദിക്കുകയുമില്ല. എല്ലാ അപേക്ഷകരും യാതൊരുവിധ ക്രിമിനൽ കേസ് ഉള്ളവരും ആയിരിക്കരുത്. വർക്ക് വിസകൾക്കായി അപേക്ഷിക്കുന്നവർ വരുമാന ഉറവിടവും ഒപ്പം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും ഉറപ്പാക്കിയിരിക്കണം. അജഗണത്തിന്റെ മിഴിനീരിൽ കുതിർന്ന അശ്രുപൂജകൾ ഏറ്റുവാങ്ങി അജപാലകൻ വിടവാങ്ങി. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:45 എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ച മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ വർക്കി വിധേയത്തിന്റെ ഭൗതിക ശരീരത്തിൽ ആദരവർപ്പിക്കുവാൻ നാനാതുറകളിൽ നിന്ന് പ്രമുഖരടക്കമുള്ളവർ എത്തിയിരുന്നു. ഞായറാഴ്ച 2:30 സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുശ്രൂഷകൾ നടന്നു. ആയിരക്കണക്കിന് ജനങ്ങൾക്കൊപ്പം 100-ലധികം ബിഷപ്പുമാരും വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ ഒരു വലിയ സമൂഹം തന്നെ പള്ളിയിൽ സന്നിഹിതരായിരുന്നു. മോട്ടോർവേയിൽ വാഹനമോടിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ഇനി മുതൽ 86 മൈൽ സ്പീഡിലും വേഗത്തിലും പറക്കാം. പക്ഷേ കൂടുതൽ വേഗത്തിൽ ഓടുന്നവർക്ക് ചിലപ്പോൾ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടി വരുമെന്ന് മാത്രം. 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ വീണ്ടും ലോകകപ്പ് ക്രിക്കറ്റിൽ മുത്തമിട്ടു. ഇന്ത്യയുടെ ചരിത്ര വിജയം UK-യിലെ തെരുവുകളിലും ഇന്ത്യക്കാർ മതിമറന്നാഘോഷിച്ചു. ചില കാഴ്ചകളിലേക്ക്. UKKCA കൺവെൻഷൻ ജൂലൈ 23-ന്. റാലിയുടെ ആപ്തവാക്യം പ്രഖ്യാപിച്ചു. ആഭിജാത്യത്തിന്റെ ചിഹ്നങ്ങൾ ആചാരങ്ങളിൽ എന്നതാണ് വാക്യം. ഇനി UK-യിലെ മലയാളി അസോസിയേഷൻ വാർത്തകൾ. ഡോർസെറ്റിൽ പുതിയ അസോസിയേഷൻ രൂപീകരിച്ച് ഭാരവാഹികൾ സ്ഥാനമേറ്റു. 4ാമത് ഇരവിമംഗലം സംഗമം ജൂൺ 18-ന് വെയിൽസിൽ. 3ാമത് നെടുമ്പാശ്ശേരി സംഗമം മെയ് 28-ന് ബെർമിംഗ്ഹാമിൽ. കാലം ചെയ്ത സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ വർക്കി വിധേയത്തിൽ കർദിനാളിന് വിവിധ സമൂഹങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. യുഗ്മ പ്രസിഡന്റ് ശ്രീ വർഗീസ് ജോൺ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി. ലോക ക്രൈസ്തവ സമൂഹത്തിനും ഒപ്പം പ്രവാസി ക്രൈസ്തവ മലയാളി സമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരു തീരാ നഷ്ടമാണെന്ന് ലണ്ടനിൽ വെച്ച് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. മാഞ്ചസ്റ്റർ ജ്ഞാനായ പള്ളിയിൽ ഹാശാ ശുശ്രൂഷകൾ ഏപ്രിൽ 22-ന്. ദുഃഖവെള്ളി രാവിലെ 8:30-ന് പ്രത്യേകമായ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും. വോക്കിംഗ് സെന്റ് പോൾസ് ചർച്ചിൽ നടക്കുന്ന മലയാളം കുർബാനയ്ക്ക് ബ്രൂംലി ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ജോൺ സാമുവൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സൗത്ത് എൻഡ് സെന്റ് ഗ്രിഗോറിയസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ പീഡാനുഭവ ശുശ്രൂഷകൾ ഏപ്രിൽ 17 മുതൽ. യാക്കോബായ സഭയുടെ കഷ്ടാനുഭവ ആഴ്ച ശുശ്രൂഷകൾ UK-യിൽ 12 സ്ഥലങ്ങളിൽ. ഓൾഡർഷോട്ട് കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 2-3 തീയതികളിൽ ഫാദർ സോജി ഒലിക്കൽ ടീമിൻ്റെ നേതൃത്വത്തിൽ വാർഷിക ധ്യാനം നടത്തുന്നു.
ഡോർസെറ്റ് പൂൾ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയിൽ കഷ്ടാനുഭവ ശുശ്രൂഷയും കൺവെൻഷനും ഏപ്രിൽ 16 മുതൽ 23 വരെ ഡോർസെറ്റ് പൂൾ സെന്റ് ക്ലിമൻസ് ചർച്ച് ഹാളിൽ നടക്കും. വെബ്ലിയിൽ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് പിതാവിൻ്റെ പ്രഭാഷണവും വിശുദ്ധ കുർബാനയും. ഏപ്രിൽ 19 ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3:30 മുതൽ 6:30 വരെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. വെബ്ലിയിലെ സെൻറ്റ് ജോസഫ് കാത്തലിക് ദേവാലയത്തിൽ വെച്ചാണ് ശുശ്രൂഷകൾ നടക്കുക. താമരശ്ശേരി രൂപതാ ബിഷപ്പായതിനു ശേഷം മാർ റെമീജിയോസിന് മാഞ്ചസ്റ്ററിലും സ്റ്റീവനേജിലും ബ്ലാക്ക്പൂളിലും സ്വീകരണം. മാഞ്ചസ്റ്ററിൽ ഏപ്രിൽ 12-നും സ്റ്റീവനേജിൽ ഏപ്രിൽ 14-നും ബ്ലാക്ക്പൂളിൽ 15-നുമാണ് സ്വീകരണം നൽകുന്നത്. ബ്രിസ്റ്റോൾ ജ്ഞാനായ യാക്കോബ പള്ളിയിൽ കഷ്ടാനുഭവാഴ്ച ശുശ്രൂഷകൾ. മേഡിസ്റ്റോൺ മലയാളി അസോസിയേഷൻ്റെ ഈസ്റ്റർ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക മലയാള കുർബാനയും കുരിശിൻ്റെ വഴിയും ഏപ്രിൽ 15-ന് നടക്കുന്ന പ്രത്യേക ശുശ്രൂഷകളോടെ തുടക്കമാകും. UK-യിലെ വിവിധ അസോസിയേഷനുകൾ വിഷു ആഘോഷിക്കുന്നു. ബ്രിസ്റ്റോൾ ഹിന്ദു സമാജം വിഷുക്കണി ഏപ്രിൽ 15-ന്. ബ്രാഡ്ഫോർഡ് മലയാളി അസോസിയേഷൻ ഈസ്റ്റർ വിഷു ആഘോഷം മെയ് 1-ന്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UDFന് നേരിയ മുൻതൂക്കം ലഭിക്കുമെന്ന് പറയുന്നു. അതേസമയം UDFിൻ്റെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടനുസരിച്ച് LDFന് നേരിയ മുൻതൂക്കം ലഭിക്കുമെന്നറിയുന്നു. എന്തായിരുന്നാലും എല്ലാ കണ്ണുകളും കാതുകളും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മലപ്പുറം ഒഴികെയുള്ള മലബാർ മേഖലയിൽ LDFും കൊല്ലം ഒഴികെയുള്ള തിരുവിതാംകൂർ മേഖലയിൽ UDFുമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയുന്നു. അവസാനം കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മധ്യ തിരുവിതാംകൂറിൽ UDFനായിരിക്കും മുൻതൂക്കം കിട്ടുകയെന്ന് അറിയുന്നു. മധ്യ കേരളത്തിൽ UDFന് മുൻതൂക്കം കിട്ടുമെന്ന് ലഭിക്കുന്നു. UDF തന്നെ അവകാശപ്പെടുന്നത് 90 സീറ്റ് കിട്ടുമെന്നാണ്. എന്നാൽ ഈ 90 സീറ്റ് കിട്ടുമെന്ന വാദം തന്നെ അവരുടെ ശോചനീയാവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് LDF പറയുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏറ്റവും വലിയ താരങ്ങളായി മാറിയത് മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദനും ശ്രീ AK ആന്റണിയുമാണെന്നാണ് കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. സാധാരണ ഇലക്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി സിനിമാ താരങ്ങളും ഇത്തവണ ഫീൽഡിൽ ഇറങ്ങുകയുണ്ടായി. സാംസ്കാരിക നായകന്മാർ ഇത്തവണ അധികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികൾ കണ്ടില്ല എന്നതും ഈ വർഷത്തെ പ്രത്യേകതയായി നമുക്ക് കാണാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. കേരളം ഏറ്റവും ഉത്കണ്ഠയോടുകൂടി നോക്കി കാണുന്ന ദിവസങ്ങളാണ് ഇനി മുന്നോട്ട് നിൽക്കുന്നത്. ഇന്നിവിടെ നമ്മൾ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ നമ്മളോടൊപ്പം പങ്കുചേരുകയാണ്. പ്രവാസി കേരള കോൺഗ്രസ് UK ഘടകം സെക്രട്ടറി ശ്രീ CA ജോസഫ് നമ്മോടൊപ്പം ലൈനിലുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കോളേജ് കാലഘട്ടത്തിലുമൊക്കെ സജീവ പ്രവർത്തകനായിരുന്ന, പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിൽ സജീവ പ്രവർത്തകനായിരുന്ന അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ CA ജോസഫ്, ബ്രിട്ടീഷ് പത്രം ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ CA ജോസഫ്, നാട്ടിൽ നിന്നും അവസാനമായി വന്ന വാർത്തകളിലൊക്കെ പറയുന്നു ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. ഒരു കോൺഗ്രസ് അനുഭാവിയായ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്തവണ കോൺഗ്രസ് കേരളം ഭരിക്കുമെന്ന്? എന്തൊക്കെയാണെങ്കിലും ഇത്തവണ ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാന കാരണം കഴിഞ്ഞ തവണ LDFന് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതിയതിന്റെ ഫലമായി 5 വർഷം സുഗമമായി ഭരിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് LDF ഗവൺമെന്റ് ഉയർന്നില്ല. നമ്മുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വികസന രംഗത്ത് ക്രിയാത്മകമായ ഒരു മുന്നേറ്റം നടത്തുവാൻ LDF ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ഗവൺമെന്റ് ഒരു പൂർണ്ണ പരാജയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വ്യക്തമായ വികസന കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് കേരളത്തിലെ ജനങ്ങളും പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മളുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി UDF സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി തങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നു LDFന് നേരിയ മുൻതൂക്കം ലഭിക്കുമെന്ന്. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളുമെല്ലാം പൂർണ്ണമായി ശരിയായിട്ടില്ല. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്.
അപ്പൊ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കേരള കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ സമർത്ഥരും പരിചയസമ്പന്നരും ജനസമ്മതിയുള്ളവരുമാണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ മാത്രമല്ല, UDFന്റെ എല്ലാ കഴിവുറ്റ സ്ഥാനാർത്ഥികളെയും കേരളത്തിലെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഉറപ്പാണ്. നന്ദി ശ്രീ CA ജോസഫ്, ഇത്രയും അധികം നേരം ഞങ്ങളോട് സംസാരിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ ജിജി നട്ടാശ്ശേരി സൗത്ത് എൻഡിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജിജി നട്ടാശ്ശേരി, ബ്രിട്ടീഷ് പത്രം ചർച്ചയിലേക്ക് സ്വാഗതം. ഒരു ഇടതുപക്ഷ അനുഭാവി എന്നുള്ള രീതിയിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരിക്കുമെന്ന്? തീർച്ചയായിട്ടും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭരണം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം ശരിയാണ്. നിരവധി അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾ കോട്ടയം സ്വദേശിയാണല്ലോ, കോട്ടയത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? നേരത്തെ ഏറ്റുമാനൂർ മണ്ഡലമായിരുന്നു, ഇപ്പോൾ അത് കോട്ടയം മണ്ഡലം. അതായത് കോട്ടയത്തിന്റെ തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകൾ ഏറ്റുമാനൂരിലേക്ക് വരികയും അപ്പൊ ഏറ്റുമാനൂരിലൊരു ഇടതുപക്ഷ ഇന്ന് 20 വർഷമായിട്ട് തുടർച്ചയായി MLA ആയിരുന്ന തോമസ് ചാഴിക്കാടൻ സ്ഥിരമായിട്ട് തിരഞ്ഞെടുത്തത്. ഇന്ന് അവിടെ എതിരെ സ്ഥാനാർത്ഥി മുൻ MP-മായ സുരേഷ് കുറുപ്പാണ് മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെയും ഇടതുപക്ഷത്തിന് നല്ലൊരു ചാൻസ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ കോട്ടയത്തെ കാര്യം, തിരുവഞ്ചി രാധാകൃഷ്ണൻ വള്ളിപ്പാടും പൊട്ടിപ്പോകും എന്നാണ് പറയുന്നത് കാര്യം. കാരണം EN വാസവൻ കോട്ടയം മണ്ഡലത്തിന് വേണ്ടി കൂടുതൽ പല കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ വികസനം കോട്ടയത്ത് പ്രാവർത്തികമാക്കാൻ കഴിച്ചിട്ടുണ്ട് VN വാസവൻ. വളരെയധികം നന്ദി ശ്രീ ജിജി നട്ടാശ്ശേരി, ഇത്രയും അധികം നേരം ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. താങ്ക് യു വെരി മച്ച്. മാഞ്ചസ്റ്ററിൽ നിന്നും ശ്രീ ഷിബു കൈതവേലിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ഷിബു കൈതവേലിൽ നമസ്കാരം. ബ്രിട്ടീഷ് പത്രം ചർച്ചയിലേക്ക് സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ രാഹുൽ ഗാന്ധി ചില കമൻറ്റുകൾ പറയുകയുണ്ടായി. ശ്രീ അച്യുതാനന്ദനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പറഞ്ഞ് ഒരു കിളവൻ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒരു പരിഹാസ രൂപേണ സംസാരിക്കുകയുണ്ടായി. താങ്കൾ എങ്ങനെ അതിനെ നോക്കിക്കാണും? രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രസ്താവന, അച്യുതാനന്ദൻ ഇപ്പം നിലവിൽ 87 വയസ്സേ ആയിട്ടുള്ളൂ. 5 വർഷങ്ങൾ കൂട്ടിയിട്ടാണോ 90-ന് മുകളിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ കേന്ദ്രവും കേരളവും ഭരിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ മന്ത്രിമാർക്കും കുറഞ്ഞ ഒരു 80 വയസ്സിന് മേലെ പ്രായമുണ്ട്. തീർച്ചയായും ഒന്നുകൂടെ പറഞ്ഞവരുടെ ഏവരെയുടെ കാര്യം നമുക്ക് പ്രത്യേകം ഓർക്കാതിരിക്കാൻ വയ്യ. എടുത്തുകൊണ്ട് പോയി വോട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ. തൊട്ടടുത്ത് സംസ്ഥാനത്ത് ഭരണാധികാരി വീൽചെയറിൽ പോകുന്നു. ഒന്നും ഇവിടുത്തെ ജനങ്ങൾ കാണുന്നില്ലേ? ശ്രീ ജോസ് പരപ്പനാട്ട് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജോസ് പരപ്പനാട്ട്, ബ്രിട്ടീഷ് പത്രം ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ജോസ് പരപ്പനാട്ട്, താങ്കൾ ഒരു UDF അനുഭാവിയാണെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. താങ്കളോട് ചോദിച്ചുകൊള്ളട്ടെ, ഇപ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ തവണത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങൾക്കും ഇടവേണ്ട. പക്ഷേ കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. എന്തിനധികം LDFന് നേരിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പോലും ചില വാർത്തകൾ വന്നിരിക്കുന്നു. വൺമാൻ ഷോ മാത്രം നടത്തിക്കൊണ്ട് ശ്രീ VS അച്യുതാനന്ദൻ മുന്നോട്ട് പോകുമ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ VSന്റെ വിജയം തന്നെ അപ്രതീക്ഷിതമായി എതിർവിവാദം തള്ളിക്കളയുന്നു. ഒരു കാരണവശാലും LDFന് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. അതിനുള്ള കാരണങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും മറുപടി നൽകിക്കഴിഞ്ഞു. അത്രമാത്രം പരാജയം നിറഞ്ഞ ഭരണം 5 വർഷം ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണും വരെ നന്ദി, നമസ്കാരം.